ഇഞ്ചി ഉണ്ടാവാത്ത ഏതെങ്കിലും അടുക്കളകൾ ഉണ്ടാകുമോ? ഏതൊരു നാടൻ വിഭവമായാലും അതിൻ്റെ പാചകത്തിൽ ഇഞ്ചി കൂടി ചേർന്നാൽ കറിയുടെ രുചി അല്പം കൂടുമെന്ന് പറയേണ്ടതില്ലല്ലോ. ഇഞ്ചി നൽകുന്ന ആരോഗ്യ ഗുണങ്ങൾ ഒട്ടനവധിയാണ് എന്ന കാര്യം എല്ലാവരും സമ്മതിക്കും. എന്നാൽ കേശപരിപാലനത്തിൻ്റെ കാര്യത്തിലും ഇഞ്ചി ഫലപ്രദമാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർ വിശ്വസിക്കാൻ മടിക്കും. ഇഞ്ചിയൊക്കെ തലയിൽ എങ്ങനെ ഉപയോഗിക്കാനാണ് എന്ന് ചോദിക്കാൻ വരട്ടെ. നാം ഇന്ന് പുറത്തുനിന്ന് വാങ്ങി ഉപയോഗിച്ച് വരുന്ന ഓർഗാനിക് ഹെയർ കെയർ ഉൽപ്പന്നങ്ങളായ കണ്ടീഷണറുകളിലും ഷാമ്പൂകളിലുമെല്ലാം ഒരു പ്രധാന ഘടകമായി ഇഞ്ചി ഉപയോഗിക്കാറുണ്ട് എന്ന കാര്യം അധികമാർക്കും അറിവുണ്ടാവില്ല. യഥാർത്ഥത്തിൽ നാം അത് ശ്രദ്ധിക്കാറില്ല എന്നതാണ് വാസ്തവം. നീളമുള്ളതും പൊട്ടിപ്പോകാത്തതുമായ മുടിയിഴകളുടെ യാത്ര ആരംഭിക്കുന്നത് ആരോഗ്യമുള്ള മുടിവേരുകളിൽ നിന്നാണ്. തലയോട്ടിയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ആരോഗ്യകരമായെങ്കിൽ മാത്രമേ മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനാകൂ. ഇഞ്ചിയിലെ പ്രധാന ആൻറ്റി ഓക്സിഡൻ്റായ ജിഞ്ചറോൾ നമ്മളുടെ തലയോട്ടിയിലെ ബ്ലഡ് സർക്കുലേഷന് ഉത്തേജനം നൽകുകയും മുടിയുടെ കോശങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുന്ന ഫ്രീ റാഡിക്കലുകളെ ചെറുക്കാൻ സഹായിക്കുകയും ചെയ്യും. ഇതുവഴി മുടിയുടെ കട്ടി കുറയുക, മുടികൊഴിച്ചിലുണ്ടാകുക തുടങ്ങിയ ലക്ഷണങ്ങളെ ഫലപ്രദമായി നേരിടാൻ സഹായിക്കും. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ഒരൽപ്പം വെള്ളത്തോടൊപ്പം ചേർത്ത് അരച്ചെടുത്ത് തലയോട്ടിയിലും മുടിവേരുകളിലും പുരട്ടാം. 1 മണിക്കൂറിന് ശേഷം ഏതെങ്കിലും നല്ല ഷാമ്പു ഉപയോഗിച്ച് കഴുകിക്കളയാം. ആഴ്ചയിൽ 1-2 തവണ ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനും മുടികൊഴിച്ചിലിനെ പ്രതിരോധിക്കാനുമൊക്കെ ആയിട്ട് സഹായിക്കും. ഈ ഇഞ്ചി പേസ്റ്റ് നമ്മുടെ തലയോട്ടിയിലുള്ള അഴുക്കൊക്കെ നീക്കിയിട്ട് നമ്മുടെ മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. പൊല്യൂഷൻ, സൺബേൺ, നമ്മുടെ ലൈഫ് സ്റ്റൈല് ഇതെല്ലാം നമ്മുടെ മുടിയുടെ ആരോഗ്യവും തിളക്കമൊക്കെ നശിപ്പിക്കാനായിട്ട് കാരണമാകും. അതുകൊണ്ട് തന്നെ മുടിയിഴകൾക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകി മുടിയെ പുനരുജ്ജീവിപ്പിക്കാനും കരുത്ത് പകരാനുമെല്ലാം ഇഞ്ചി സഹായിക്കും. മങ്ങിയതും കേടായതുമായ തലമുടിയുടെ പ്രശ്നങ്ങളെ ഒരു പരിധിവരെ അകറ്റി ഇഞ്ചി ചേർത്തുകൊണ്ടുള്ള ഒരു കണ്ടീഷനിങ് സഹായിക്കും. ഇതിലെ സവിശേഷ ഗുണങ്ങൾ തീവ്രമായിട്ടുള്ള മോയ്സ്ചറൈസേഷൻ നൽകുകയും തലയോട്ടിയിൽ ഉണ്ടാകുന്ന ചെറിയ മുറിവുകളെ മൃദുവായി ഉണക്കുകയും ചെയ്യുന്നു. ഒരു സവാള മിക്സിയിൽ അരച്ച് നീര് പിഴിഞ്ഞെടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചിനീര് കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഇത് തലയോട്ടിൽ തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂറോളം ഇരുന്നതിന് ശേഷം ഏതെങ്കിലും ലൈറ്റായിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ച് മുടി കഴുകുക. ആഴ്ചയിൽ 2 തവണ നമുക്കിങ്ങനെ ചെയ്തു കൊടുക്കാം. ഇനി വേനൽക്കാലത്ത് മിക്കവാറും പേരുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് നമ്മുടെ തലയോട്ടിയിൽ അമിതമായിട്ടുള്ള ചൊറിച്ചിൽ. താരനാണ് ഇതിന് പിന്നെ പ്രധാന പ്രശ്നക്കാരൻ. മുടിയുടെ ആരോഗ്യം കവർന്നെടുത്ത് മുടി കൊഴിച്ചിൽ ഏറ്റവും വഷളാക്കുന്നതിന് പിന്നിലെ പ്രധാനപ്പെട്ട ഒരാളാണ് നമ്മുടെ താരൻ വരുത്തി വയ്ക്കുന്ന ഇത്തരം വേനൽക്കാല ദുരിതങ്ങളെ നേരിടാൻ ഇഞ്ചി ഏറ്റവും സഹായകരമാണ്. ഇഞ്ചിയിലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റിസെപ്റ്റിക് ഗുണങ്ങൾ എല്ലായ്പ്പോഴും തലയോട്ടിൽ നിന്നും താരനെ നീക്കം ചെയ്യാനും നമ്മുടെ തലയോട്ടി നല്ല വൃത്തിയോടെ ഇരിക്കാനും ആരോഗ്യത്തോടുള്ള മുടിയിഴകൾ കിളിച്ചിറങ്ങാനായിട്ടും അത് സഹായിക്കും. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി നീര് 3 ടേബിൾ സ്പൂൺ എള്ളെണ്ണയോടൊപ്പം കൂട്ടി യോജിപ്പിക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീര് കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. മുടിയിലും തലയോട്ടിയിലും ഇത് പുരട്ടി നമ്മളൊരു അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയുക. ആഴ്ചയിൽ ഒരിക്കൽ വീതം ഇത് നമുക്ക് ചെയ്തു കൊടുത്താൽ താരന് നല്ലൊരു പരിഹാരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനി പലരെ അലട്ടുന്ന മറ്റൊരു പ്രശ്നമാണ് തലയോട്ടിയിലുണ്ടാകുന്ന വീക്കം. തലയോട്ടിയിലുണ്ടാകുന്ന സംവേദനക്ഷമതയും വീക്കവുമെല്ലാം ഇഞ്ചി വേഗത്തിൽ അകറ്റുന്നു. ഇഞ്ചിക്ക് വരണ്ട തലയോട്ടി മൂലം ഉണ്ടാകുന്ന ചർമ്മത്തിലെ വീക്കത്തെ ഒഴിവാക്കാൻ സാധിക്കും. ഇഞ്ചി അടിസ്ഥാനമാക്കിയുള്ള ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ നമ്മളുടെ കേശ സംരക്ഷണത്തിനായിട്ട് വാങ്ങി ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഇഞ്ചി ഉപയോഗിച്ചുകൊണ്ടുള്ള ഹെയർ മാസ്ക് വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ്, ഏതെങ്കിലും 1 ടേബിൾ സ്പൂൺ കാരിയർ ഓയിൽ, അതായത് നമുക്ക് വെളിച്ചെണ്ണയോ ഒലിവ് ഓയിലോ ജോജോബ ഓയിലോ ഒക്കെ യൂസ് ചെയ്യാം. അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് തയ്യാറാക്കാം. രണ്ടും നന്നായി മിക്സായി ഉറപ്പ് വരുത്തിയിട്ട് നമ്മുടെ തലമുടിയുടെ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് പറ്റാം. അതിനായിട്ട് നമുക്ക് പല പാർട്ടുകളായിട്ട് തിരിച്ചിട്ട് തലയോട്ടിയിലും വേരുകളിലും ഒക്കെ ആയിട്ട് ഈ മിക്സ്ചർ പുരട്ടി കൊടുക്കാം. അരമണിക്കൂർ നമ്മുടെ തലയിൽ ഇത് നമുക്ക് വയ്ക്കാം. അതിനുശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നല്ല ഒരു മൈൽഡ് ഷാമ്പു യൂസ് ചെയ്തിട്ട് അത് കഴുകിക്കളയുക. നമ്മുടെ തലയിൽ നിൽക്കുന്ന മുടികൾ നല്ല സ്ട്രോങ് ആയിട്ട് വളരാനും അതുപോലെ തന്നെ നമുക്ക് ബേബി ഹെയർസ് കൂടുതലായിട്ട് കിളിച്ചിറങ്ങാനും ഒക്കെ ആയിട്ട് സഹായിക്കും. അപ്പോൾ ഇതുവരെ ഇഞ്ചി ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല, നമ്മുടെ ഹെയർ കെയറിനായിട്ട് ഇഞ്ചി ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്.